പരിപാടിയായിരുന്നു ഷീ ഫെസ്റ്റ് എന്ന് പറയുന്നത്. മുൻകൂട്ടി അനുമതിയൊക്കെ ഞങ്ങൾ ചോദിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് രാത്രി അതിന്റെ ഒരു മെയിൽ വരികയായിരുന്നു, ഇവിടെ വെച്ച് പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളത്. പരിപാടിക്ക് അനുമതി ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾ പോസ്റ്ററൊക്കെ ഔട്ട് ചെയ്തതല്ലേ? അതെ, ഞങ്ങൾ ഷീ ഫെസ്റ്റ് നടത്താന്നുള്ളത് യൂണിയന്റെ പരിപാടി നടത്താൻ എപ്പോഴും പെർമിഷന് എന്തായാലും ക്യാമ്പസ് ഡയറക്ടർ നമുക്ക് തരേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെർമിഷന്റെ പുറത്ത് ഇവിടെ സെമിനാർ ഹാളിൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അത് നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരുതരം എന്താ പറയാ ആധിപത്യ സ്വഭാവം തന്നെയാണല്ലോ. അപ്പോൾ കണ്ണൂർ വി സിയുടെ അത്തരത്തിലുള്ള ശാഖയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. സാധാരണ ക്യാമ്പസുകളിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ വി സിയുടെ അനുമതി വാങ്ങാറുണ്ടോ, അതോ കോളേജിന്റെ പെർമിഷനാണ് വേണ്ടത്? കോളേജിന്റെ ക്യാമ്പസ് ഡയറക്ടറാണ് നമുക്ക് പെർമിഷൻ തരേണ്ടത്. അതിനൊരു പ്രോപ്പർ പ്രൊസീജിയർ ഉണ്ട്. യൂണിയന്റെ അഡ്വൈസർ ഉണ്ട്, അഡ്വൈസർക്ക് ഒരു മെയിൽ അയക്കും, ആ മെയിൽ ക്യാമ്പസ് ഡയറക്ടർ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് പെർമിഷൻ കിട്ടാറ്. പക്ഷെ ഇതൊരു പുതിയ രീതിയായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് ഷീ ഫെസ്റ്റിൽ ഐഷി ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ധീര വനിത വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകതരം അവരുടെ ഒരു വൃത്തികെട്ട മനോഭാവം കൊണ്ട് തന്നെയാണ് ഈ പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് ഒരു മെയിൽ വന്നിട്ടുള്ളത്. അപ്പം അത് തീർത്തും എന്താ പറയുക, ഒരു RSSന്റെ ശാഖയിലൊക്കെ ഉണ്ടാവുന്ന അതേ സ്വഭാവ രീതി തന്നെ ഇവിടെ ഈ വിദ്യാർത്ഥികൾക്കിടയിലും കൊണ്ടുവരാനാണ് വി സിയുടെ ഉദ്ദേശമെങ്കിൽ അത് നടപ്പിലാകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.